പാമ്പോ എവിടെ? എന്താണ് കഥ? പാമ്പ് മൂലത്തെ തെക്കേ മുറി. കുട്ടീഷ ദാമോര ഓടി വരിക. എന്താ എന്താ ഉണ്ടായേ? കൊച്ചനെ ഒന്നു പോയി നോക്കുക. മോളത്തെ തെക്കേ മുറിയിൽ പാമ്പ്. അതിനിപ്പോ ഇത്ര പരിഭ്രമിക്കാനൊന്നുമില്ല. അത് വന്ന വഴി അങ്ങോട്ട് പോയിക്കോളൂ. നല്ല ആളോടാ പറഞ്ഞേ. മറ്റു ആയിരിക്കും. തല്ലിക്കൊല്ലാൻ പാടില്ല. കുട്ടാ അരുത്, അങ്ങോട്ട് പോകരുത്. പോകരുതെന്നല്ല പറഞ്ഞത്. കുട്ടാ കുട്ടാ പറയണേക്ക് ഇങ്ങോട്ട് വരാൻ. ഇനി കുട്ടനായിക്കോളും. എന്റെ കുട്ടൻ ആപത്തൊന്നും സംഭവിക്കരുതേ. ശിവ ശിവ മഹാപാപം. ഇനി കൊണ്ടുപോയി ചുടുക. ആ കർമ്മം കൂടി കഴിഞ്ഞോട്ടെ. താളമിട്ട് പാട്, താളമിട്ട്. കേട്ടോച്ചാ, എല്ലാരും വിചാരിച്ചത് പാമ്പ് ചത്തുന്നല്ലേ. കുട്ടൻ തമ്പുരാൻ അതിനെ തീയിലിട്ടപ്പോ കിടന്നൊരു പടച്ചിൽ. അവിടെ ഇട്ടും തമ്പുരാൻ എന്നെ തല്ലി. അപ്പോ നീ അതൊക്കെ കണ്ട് രസിച്ചു നിൽക്കുകയായിരുന്നോ? ഞാൻ പാടി ചോടി കളഞ്ഞു. മോനെ, ഇതൊക്കെ കൊണ്ടാ അച്ഛൻ പറയണത് ആ കുട്ടൻ തമ്പുരാന്റെ കൂട്ടു വേണ്ടാന്ന്. മനസ്സിലായോ? ഹരി ഊണ് വെച്ചിട്ട് പോ. വേണ്ടടത്തി. മോനെ, ഊണ് കഴിക്കാനാണോ സ്കൂളിൽ പോണത്? ഞാൻ കോലോത്തിന് കഴിച്ചോളാം. തമ്പുരാട്ടി തരും. തമ്പുരാൻ. അമ്മേ, ദാ ഹരിദാസ് വന്നു. വരാ. ഹരി വാ, ഇരിക്ക്. ഹരി, എന്താ? കുട്ടനെ ശ്രദ്ധിക്കണേ. ഇതാ, ഇത് വെച്ചോളൂ. കുട്ടൻ ഇത് എവിടെയെങ്കിലും ഇടും. അന്നത്തെ പോലെ പുഴയിലോ കുളത്തിലോ കളയരുത്. ഇതും കൂടി ഞാൻ എടുക്കാം. വേണ്ട, എനിക്ക് കൈയുണ്ട്. ബെല്ലടിക്കും. നമസ്തേ. നമസ്തേ, ഇരിക്കൂ. നിങ്ങൾക്കിതാ പുതിയൊരു ടീച്ചർ. പേര് ശാരദ. ടീച്ചറെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയല്ലോ. ഇനി ടീച്ചർ നിങ്ങളുമായിട്ട് പരിചയപ്പെട്ടെ. എന്താ? സൈലൻസ്. ഇനി നമുക്കൊന്ന് പരിചയപ്പെടാം. ആരാ? സുഭദ്ര കെ. ദീപ എസ്. നന്ദിനി എം. കല്യാണി പി കെ. ഹരിദാസ് എം.
സ്റ്റാൻഡ് അപ്പ്. എന്താ കുട്ടിയുടെ പേര്? മാങ്കാട്ടുകോലത്ത് ബ്രഹ്മദത്തൻ എന്ന കുട്ടൻ തമ്പുരാൻ. എന്നാ തമ്പ്രാൻ ആ തൃക്ക ഇങ്ങോട്ട് നീട്ടുക. ക്ലാസ്സിലിരുന്ന് ബീഡി വലിയല്ലേ? മാഷിനി ഒന്നും ആലോചിക്കണ്ട. ചുവന്ന മഷിയില്ലേ അവിടെ? രജിസ്റ്റർ ചെയ്ത് പേരങ്ങട് വെട്ടുക. മതി ഈ കഴുത പഠിച്ചത്. ഏയ് 6ാം ക്ലാസ്സിൽ ഒരു 4 കൊല്ലെങ്കിലും ആയിണ്ടാവില്ലേ? ഓഹോ, ധാരാളം മതി. ആ പിന്നെ സാവധാന ഭേദഖണ്ഡങ്ങളൊക്കെ കഴിഞ്ഞില്ലേ മാഷേ? എല്ലാം കഴിഞ്ഞു. ഗോകുലകമ്മ സ്കൂള്, ഗോകുലത്തെ കുട്ടി, അതുകൊണ്ടാ ആളുകൾ ഇതൊക്കെ സഹിക്കുന്നത്. ഇനിയിപ്പോ അത് സഹിക്കില്ല. കാലം മാറി, നാട്ടുകാർ കൈവയ്ക്കും. നല്ലൊരു വാക്ക് ആർക്കും പറയാനില്ല, പറയിപ്പിക്കുകയില്ല അവൻ. എന്തൊക്കെയായാലും അവനവന്റേതെന്ന് വരുമ്പോ ഉപേക്ഷിക്കാൻ പറ്റുമോ? എവിടെയൊക്കെ വഴിപാടുകൾ കഴിച്ചു, എന്തൊക്കെ മരുന്ന് കൊടുത്തു, ഒക്കെ യോഗാണ്. യോഗം. സുഭദ്ര പറഞ്ഞ എന്നാ ശരി. ജോത്സ്യം പട്ടേരി പറഞ്ഞ് ഇതുവരെ പിഴച്ചുണ്ടോ മാഷേ? വാ, ഞാൻ അപ്പഴേ എതിർത്തതാ, ഓർമ്മയുണ്ടോ? അനുഭവിച്ചോളൂ. അല്ല, ഞാൻ സുഭദ്രയെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ തട്ടകത്തെ പൈതങ്ങളെ നാം ഇടംബലം കാത്തുരക്ഷിച്ചോളാം. എന്താ പോരെ? ഉത്തരവ്. നമുക്കുള്ള പാലെന്തേനും മുടങ്ങാതെ എത്തിക്കണം. ഉത്തരവ്. നമ്മുടെ പരദൈവങ്ങളോട് കളിക്കരുത്. കൽപ്പന പോലെ. കുട്ടൻ തമ്പുരാനോടും കളിക്കരുത്. മനസ്സിലായില്ലേ? വെറുതെ തല തല്ലി പൊളിക്കല്ലേ. എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞല്ലോടോ തമ്പുരാനെ. എടോ തമ്പുരാനെന്നോ? എന്താടാ പറഞ്ഞത്? ഇവിടെ. അവനെ രണ്ടെണ്ണം. എടോ തമ്പുരാനെ. എണീക്കൂ. പതുക്കെ.
ഈ ദണ്ണളക്കം കൂടി ഇല്ലായിരുന്നെങ്കിൽ തമ്പ്രാൻ നാട് കുട്ടിച്ചോറാക്കേനി.